സർക്കാർ സ്ഥാപനത്തിൽ പാർട്ട് ടൈം ജോലിക്കാരെ ആവശ്യമുണ്ട്. ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് വിമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ KSWDC ജോലി നേടാൻ അവസരം. വനിതാ വികസന കോർപ്പറേഷൻ സൈറ്റ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് പാർട്ട് ടൈം ജോലിക്കാരെ നിയമിക്കുന്നുണ്ട്. താൽപ്പര്യമുള്ളവർക്ക് കേരള സർക്കാരിൻ്റെ CMD വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ നൽകണം. തസ്തികയും ഒഴിവുകളും: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ സൈറ്റ് സൂപ്പർവൈസർ റിക്രൂട്ട്മെൻറ്റ്. പാർട്ട് ടൈം വ്യവസ്ഥയിലാണ് നിയമനം. ആലപ്പുഴയിലും ഇടുക്കിയിലുമായി നടക്കുന്ന വനിതാ ഹോസ്റ്റലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മേൽനോട്ട പ്രവർത്തനങ്ങൾക്കാണ് ആളെ നിയമിക്കുന്നത്. പ്രായപരിധി 62 വയസ്സുവരെയാണ് പ്രായപരിധി. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 10,000 രൂപ മാസ അലവൻസായി അനുവദിക്കും. യോഗ്യത: സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. BTech യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. വിരമിച്ച സർക്കാർ, കേന്ദ്ര സർക്കാർ ജോലിക്കാർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ളവർ കേരള സർക്കാരിൻ്റെ CMD വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് പേജ് തിരഞ്ഞെടുക്കുക. അതിനുശേഷം കേരള സ്റ്റേറ്റ് വിമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നോട്ടിഫിക്കേഷൻ വിശദമായി വായിച്ചു നോക്കി തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് അപേക്ഷിക്കുക. ഗൂഗിൾ ഫോം ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. 2. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി അവസരം. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പുതിയ ജോലി ഒഴിവ്. IT സപ്പോർട്ട് എഞ്ചിനീയർ കം പ്രോഗ്രാമർ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ്. താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ CMD വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം. തസ്തികയും ഒഴിവുകളും: തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ IT സപ്പോർട്ട് എഞ്ചിനീയർ കം പ്രോഗ്രാമർ റിക്രൂട്ട്മെൻറ്റ്. കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുക. പ്രായപരിധി 35 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത: BTech കമ്പ്യൂട്ടർ സയൻസ്, IT ഇലക്ട്രോണിക്സ്. സമാനമായ മേഖലയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 32,560 രൂപ ശമ്പളമായി ലഭിക്കും. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ളവർ കേരള സർക്കാർ CMD വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നോട്ടിഫിക്കേഷൻ പേജിൽ നിന്നും IT സപ്പോർട്ട് തിരഞ്ഞെടുക്കുക. നോട്ടിഫിക്കേഷൻ വായിച്ച് സംശയങ്ങൾ തീർക്കുക. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ 19. വെബ്സൈറ്റ് ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. 3. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ ജോലി നേടാം. കൊച്ചിൻ പോർട്ട് അതോറിറ്റിക്ക് കീഴിൽ ജോലി നേടാൻ അവസരം. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് തന്നിരിക്കുന്ന മാതൃകയിൽ അപേക്ഷ നൽകാം. ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 16,000-നും 20,800-നും ഇടയിൽ ശമ്പളം ലഭിക്കും. പ്രായപരിധി 42 വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. യോഗ്യത: അംഗീകൃത സ്ഥാപനത്തിന് കീഴിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത വേണം. ഏതെങ്കിലും സർക്കാരിതര സ്ഥാപനങ്ങളിൽ പ്ലാനിംഗ്, കൺസ്ട്രക്ഷൻ, ഡിസൈൻ, മെയിൻ്റനൻസ് എന്നീ മേഖലകളിൽ ജോലി ചെയ്തുള്ള 12 വർഷത്തെ എക്സ്പീരിയൻസ്. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിലെ കരിയർ ലിങ്കിൽ ഡെപ്യൂട്ടി എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. അത് വായിച്ച് സംശയങ്ങൾ തീർക്കുക. അപേക്ഷ നൽകേണ്ട അവസാന തീയതി നവംബർ 17. അപേക്ഷാ ലിങ്ക് വെബ്സൈറ്റിലുണ്ട്. അത് പൂരിപ്പിച്ച് ആവശ്യമായ സർട്ടിഫിക്കറ്റ് കോപ്പികൾ സഹിതം അപേക്ഷ നൽകണം. അപേക്ഷാ ലിങ്ക്, വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.